നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. 18ാം ദിവസം തീപാറുന്ന കളക്ഷനുമായി ലോക. കാരണം ഈ സിനിമയെക്കുറിച്ച് ഇത്രയും ആധികാരികമായിട്ട് വീഡിയോ ഇടാൻ എനിക്ക് എനിക്ക് സിനിമ നിർമ്മാണ കമ്പനിയൊന്നും തന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള സിനിമകളെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ തന്നെ ആലോചിക്കുക, പ്രേക്ഷകർ ആലോചിക്കുക. സെലിബ്രിറ്റീസ് മലയാളത്തിൽ എന്നും പുതുമ കൊണ്ടുവരണം എന്ന് സംസാരത്തിലും പ്രസംഗത്തിലും എല്ലാം ആക്രോശിക്കുന്ന ഒരു സിനിമാക്കാരെയും നമ്മൾ കാണുന്നില്ല. തിയേറ്ററുകാരെ കാണുന്നില്ല. നല്ല സ്ക്രീനുകൾ കിട്ടുന്നില്ല ഈ പടത്തിൽ ഇപ്പോഴും. എന്നിട്ടും കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുക എന്ന് പറയുമ്പോൾ ഇത് ലോകയുടെ ഒരു യുണീക്ക് വിജയമെന്ന് ഞാൻ പറയും. അങ്ങനെയുള്ള സിനിമകളെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. സ്റ്റാറുകളുടെ സിനിമകൾ വിജയിക്കുന്നതിന് അവർക്ക് സ്റ്റാർ വാല്യൂ ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സിനിമ വിജയിക്കുമ്പം പ്രതിസന്ധികൾ അതിരൂക്ഷമാണ്. ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു വനിത ശ്വേതമേനോനാണ് പ്രസിഡന്റ്. ശ്വേതമേനോൻ പോസ്റ്റ് ഇടണമെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും പറയുന്നതാണ് സ്ത്രീകൾ ഫീമെയിൽ നല്ല ക്യാരക്ടർ കിട്ടുന്നില്ല, നല്ല ക്യാരക്ടർ കിട്ടുന്ന ആണ്ടെ. ഇപ്പോൾ കല്യാണി പ്രിയദർശൻ തെളിയിച്ചൊരു സൂപ്പർ ഹീറോ ആയിട്ട് ഗംഭീര സിനിമ വന്നിട്ട് എല്ലാവരും തഴയപ്പെടുന്നതായിട്ടുള്ള ഫീലിംഗ്, ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, തഴയപ്പെടുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ട്. എന്തായാലും സാധാരണ ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു വ്യാഴാഴ്ച വെള്ളിയാഴ്ച സിനിമ, സാധാരണ വെള്ളിയാഴ്ചകളിലാണ് ഈ വ്യാഴാഴ്ചകളിൽ സിനിമ ഇറങ്ങി. വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം കഴിഞ്ഞ് 5ാമത്തെ ദിവസം തിങ്കളാഴ്ച, 5 ദിവസം കഴിഞ്ഞ് ചൊവ്വാഴ്ച മുതൽ അറിയാം അതിൻ്റെ വിധി. അല്ലാതെ നമുക്ക് ഫാൻസുകാർ കയറി കാണുന്നതും അതിൻ്റെ ഒരു തിക്കും തിരക്കും അല്ലെങ്കിൽ അതിന് മുമ്പേ ഈ പറഞ്ഞ പ്രീസെയിൽ ബുക്കിങ്ങിൻ്റെ ഒക്കെ ഇതുകൊണ്ട്. പക്ഷെ ഒരു ചൊവ്വാഴ്ച മുതൽ ഒരു സിനിമയുടെ വിധി 5 ദിവസം കഴിയും, 6ാമത്തെ ദിവസം മുതൽ വിധി നിശ്ചയം തുടങ്ങും. അവിടെ മുതൽ പതുക്കെ കളക്ഷൻ ഡ്രോപ്പായി പിന്നെ അങ്ങോട്ട് താഴോട്ട് പോകും മോശമായ. ഇത് 18ാമത്തെ ദിവസം ഇന്നലെ ഞായറാഴ്ച നേടിയ കളക്ഷൻ, കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷൻ, ട്രാക്കേഴ്സ് പോലും ഞെട്ടിയൊരു കളക്ഷൻ എന്ന് പറയുന്നത് 13 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ഷൻ. അതായത് 13 കോടിക്കും 14 കോടിക്കും ഇടയിൽ കളക്ഷൻ നേടിയ ചിത്രമാണ് ലോക. എന്നിട്ട് ആലോചിക്കുക, ബാക്കിയുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടുകളും ഇല്ലാതെ ആ ഡയറക്ടറും അതിൻ്റെ ആ ടെക്നീഷ്യന്മാരൊക്കെ കുറച്ച് സോഷ്യൽ മീഡിയയിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നതല്ലാതെ ഒരു പുകഴ്ത്തി പറയുന്ന ഒന്നുമില്ല. അവരതിൻ്റെ കാര്യങ്ങൾ പറയുന്നു. ഗംഭീരം. തിയേറ്ററുകാർ മത്സരിക്കുകയാണ് ലോകയെ പതുക്കെ ആകട്ടെ, ബിഗ് സ്ക്രീനോ അല്ലെങ്കിൽ നല്ല സ്ക്രീൻ കൊടുക്കാതൊക്കെ നോക്കുമ്പോൾ പോലും ഞെട്ടിക്കുന്ന കളക്ഷൻ എങ്ങനെയാണ് വരുന്നത്. കാരണം അത്രയും ജനങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. അന്നേരം 13 കോടി 14 കോടിക്ക് അടുത്ത് ഇന്നലെ കളക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ മൊത്തത്തിൽ 251 കോടി രൂപ എന്നുള്ളതാണ്. 251 കോടിയാണ് ഇത് കളക്ഷൻ നേടിയത്. അത് 18 ദിവസത്തിനുള്ളിൽ ഒരു ഫീമെയിൽ ലീഡ് ചെയ്യുന്ന സിനിമയെ ആദ്യമായിട്ടാണ് ഇനിയൊരു ആദ്യത്തെ റെക്കോർഡെന്ന് പറഞ്ഞ് വരാൻ പറ്റത്തില്ല, ആദ്യമായിട്ട്. അന്നേരം ഇവിടെ താരങ്ങളല്ല കളക്ഷൻ റെക്കോർഡ് വേദിക്കാൻ, താരങ്ങൾ വേണ്ട എന്നുള്ളതാണ്. ഇത് കണ്ടന്റാണ് എപ്പോഴും കിങ്. ഗംഭീര കണ്ടന്റ്, അതൊരു യൂണിവേഴ്സൽ കണ്ടന്റ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ മഞ്ഞുമേൽ ബോയ്സ് ഒരു യൂണിവേഴ്സൽ കണ്ടന്റാ. അതുകൊണ്ടാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും ബാക്കിയുള്ളൊരു അതുകൊണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയോണ്ടാണ് തമിഴ്നാട്ടിലൊക്കെ 100 കോടിക്ക് അടുത്തൊക്കെ അത് കളക്ഷൻ വന്നത്. ഭയങ്കര കളക്ഷനിൽ കിട്ടിയത്. അതുകൊണ്ടാണ് മഞ്ഞുമേൽ ബോയ്സ് ഒരു നല്ല കളക്ഷനിലേക്ക് വന്നത്. ഇതൊരു യൂണിവേഴ്സൽ കണ്ടന്റ്. ഇത് ഹിന്ദി കാണാം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിലൊക്കെ റെക്കോർഡ് കളക്ഷനാണ്. ഇനി പലരെയും സംശയം, ഇത് 251 ഇനി 265 266 എമ്പുരാൻ എനിക്കൊരു ബെഞ്ച് മാർക്കായിട്ട് തോന്നിയിട്ടില്ല. കാരണം തുടരും അതിഗംഭീര സിനിമയാണ് എല്ലാം കൊണ്ടും. പക്ഷെ എമ്പുരാൻ ഒരു ബെഞ്ച് മാർക്കായിട്ട് തോന്നിയില്ല. കോൺട്രവേഴ്സി കൊണ്ടും ഒരു ക്വാളിറ്റി ഇല്ലാത്ത സിനിമയെ പൊക്കിയടിച്ച് കളക്ഷൻ ഉള്ളതോ ഇല്ലാന്ന് നമുക്ക് പോലും അറിയത്തില്ല. 265 കോടി ആയിട്ട് ഇത് നോർമലായിട്ട് ഇന്നും നല്ല കളക്ഷനാണ് ലോകയ്ക്ക് ഇതുവരെ. തിങ്കളാഴ്ചയായിട്ട് 19ാം ദിവസം ഇത് നോർമലായിട്ട് കളക്ഷൻ പോയാലും അടുത്ത ഞായറാഴ്ച മാക്സിമം ഞായറാഴ്ച കൂടി മലയാള സിനിമയിലെ നമ്പർ 1 കളക്ഷൻ നേടുന്ന സിനിമയായിരിക്കും ലോക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്തൊരു നല്ല സിനിമകൾ വരുവാണെങ്കിൽ, അതും ഇങ്ങനെയുള്ള വ്യത്യസ്ത പ്രമേയങ്ങളുമായിട്ട് വന്ന് താരങ്ങളുടെ അല്ലാതെ നല്ല സിനിമകൾ വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം മലയാളികളാണ് അഭിമാനിക്കാൻ. നമുക്ക് ഇങ്ങനെയുള്ള സിനിമകൾ വരണം. നല്ല സിനിമകൾ റെക്കോർഡ് ഇട്ടെ, അത് റെക്കോർഡ് ഇടാൻ വേണ്ടിയാണല്ലോ ഒരു റെക്കോർഡ് ഇട്ട് അടുത്ത റെക്കോർഡ് ഇട്ടെ. അത് ഇന്നാൾ റെക്കോർഡ് ഇടുക എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. കാരണം ആർക്കും ഇടാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായില്ലേ ലോക. അന്നേരം ലോക ഇനിയും തീപാറട്ടെ. 300 കോടി എന്ന് പറയുന്ന ഒരു നല്ല ഫിഗർ ആദ്യമായിട്ട് റെക്കോർഡിലേക്ക് വരട്ടെ. പക്ഷെ ഒരുപാട് ചിത്രങ്ങൾ റിലീസിന് വരുന്നുണ്ട്. ഈ റിലീസിനെയൊക്കെ കാറ്റിപ്പറത്തി ലോക മുന്നോട്ട് വരട്ടെ എന്ന് അതിയായി ആശംസിക്കുന്നു. കാരണം മലയാളത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉള്ളൊരു സിനിമയാണെന്ന് പറയാം. നമുക്ക് ഇന്ത്യൻ സിനിമയിൽ വളരെ തുച്ഛമായ 30 കോടി കൊണ്ട് ഒരു 300 കോടിയുടെ പ്രകമ്പനം കൊള്ളിച്ച സിനിമ. അത് നല്ല വിജയം നേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ
ബൈ ബൈ, സി യു. ഓക്കെ.